കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്, പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അടക്കം പറഞ്ഞത് കേരളത്തിലേക്ക് മെസ്സി വരുമെന്നാണ്. അതിന് നേതൃത്വം കൊടുത്തത് അന്നത്തെ സർക്കാരിന് വ്യക്തമായ പങ്കുണ്ട്, അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന് പങ്കുണ്ട്, കായിക വകുപ്പ് മന്ത്രിക്ക് പങ്കുണ്ട്. ഇതിനപ്പുറത്തേക്ക് ഒരു സ്വകാര്യ കമ്പനിയുടെ നേതൃത്വത്തിലാണ് മെസ്സിയെ കൊണ്ടുവരുന്നത് എന്ന് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളെയും കേരളത്തിലെ ജനങ്ങളെയും വിശ്വസിപ്പിക്കുന്നു. കലൂർ സ്റ്റേഡിയം നവീകരണം സർക്കാർ പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളൊന്നും വെക്കാതെ തന്നെ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് സ്റ്റേഡിയം നവീകരണത്തിനുള്ള ഉത്തരവാദിത്വം നൽകുന്നു. പിന്നീട് കലൂർ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട് രണ്ട് രീതിയിലാണ് പറയുന്നത്. കമ്പനി പറഞ്ഞ അല്ലെങ്കിൽ നവീകരിച്ച ആളുകൾ പറഞ്ഞ അത്രയും തുകയ്ക്കുള്ളതൊന്നും തന്നെ നവീകരണമൊന്നും നടന്നിട്ടില്ല എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. സർക്കാർ മാറുമ്പോൾ അല്ലെങ്കിൽ സർക്കാർ മാറിയ ആദ്യഘട്ടങ്ങളിലൊന്നും ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നില്ല. സർക്കാരിന്റെ കാലത്ത് തന്നെ മെസ്സി കേരളത്തിലേക്ക് എത്തിയില്ല. മെസ്സി ഇന്ത്യയിലെ മറ്റു പല സ്ഥലങ്ങളിലും വരികയും ചെയ്തു. എന്നിട്ട് പോലും ഈ വിഷയം ഒരു തണുത്ത രീതിയായിരുന്നു. പുതിയ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ഈ മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനലിന്റെ പേരിലുള്ള കമ്പനിയുടെ പേരിലാണ് ഈ എഗ്രിമെന്റ് എല്ലാം വെച്ചിരുന്നത്. അവരുമായി ബന്ധപ്പെട്ട കേസ് വരുന്നത് GST അടച്ചിട്ടില്ല എന്നതാണ്, അല്ലെങ്കിൽ പണം വെളുപ്പിക്കാൻ ശ്രമിച്ചു എന്നതാണ് ആദ്യമായി അവർ പറഞ്ഞ ആരോപണം. ഈ കലൂർ സ്റ്റേഡിയത്തിന്റെ കേസൊക്കെ പിന്നീട് രണ്ടാമത് വരുന്നതാണ്. ഇപ്പോ റിപ്പോർട്ടർ ചാനൽ പറയുന്നത് സർക്കാർ റിപ്പോർട്ടർ ചാനലിനെ നിരന്തരമായി വേട്ടയാടുകയാണ്. ഒരു ചാനലിന്റെ ക്രെഡിബിലിറ്റിയെ പോലും നശിപ്പിക്കുന്ന രീതിയിലേക്ക് വാർത്തകൾ നൽകി സർക്കാർ വേട്ടയാടുന്ന റിപ്പോർട്ടറിനെ. നമുക്കറിയാം, റിപ്പോർട്ടർ ചാനൽ പല വ്യക്തികളെ വേട്ടയാടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് UDF-നെയും കോൺഗ്രസിനെയും നേതാക്കളെ പേരെടുത്ത് പറയുന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസ് എന്ന പാർട്ടിയെ റിപ്പോർട്ടർ കൈരളി പോലും ഇത്രത്തോളം വേട്ടയാടിയിട്ടില്ല. മാധ്യമപ്രവർത്തകരുടെ ധർമ്മം ചെയ്യാം, അതിനൊന്നും തെറ്റില്ല. തെറ്റുകളെ വിമർശിക്കാം. VD സതീശൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ടർ പറയുന്നത് സതീശന്റെ തെറ്റുകൾ പോലും അവർ ചൂണ്ടിക്കാട്ടിയെന്നാണ്. സതീശൻ തെറ്റ് ചെയ്താലും നരേന്ദ്രമോദി തെറ്റ് ചെയ്താലും പിണറായി വിജയൻ തെറ്റ് ചെയ്താലും അത് പറയാനുള്ള അവകാശം എല്ലാ മാധ്യമപ്രവർത്തകർക്കുമുണ്ട്. അതിനപ്പുറത്തേക്ക് ആരെയാണ് വേട്ടയാടിയെന്ന് കേരളം കണ്ടതാണ്. റിപ്പോർട്ടറിന് പൂട്ട് വീഴുമെന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ ഇനി രക്ഷയില്ല എന്ന് തോന്നിയില്ലേ റിപ്പോർട്ടറിന്? അതുകൊണ്ടല്ലേ ഈ ഒരു മുറവിളി? റിപ്പോർട്ടറിന് പൂട്ട് വീഴുമോ എന്നുള്ള കാര്യം നമുക്ക് അധികം വൈകാതെ അറിയാം. കാരണം മുഖ്യമന്ത്രി VD സതീശൻ ഇതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. കാരണം ഒരു പരാതി കിട്ടി, ആ പരാതിയിൽ ഞാനൊരു FIR ഇടുന്ന കാര്യം പറഞ്ഞിട്ടേ ഉള്ളൂ. അതിന്റെ ബാക്കി കാര്യങ്ങൾ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞാലേ അറിയുള്ളൂ ഇത് എങ്ങനെ പോകുമെന്നുള്ളത്. കാരണം ഇത് എത്രത്തോളം ഇതിനകത്ത് പ്രശ്നമുണ്ട് എന്നുള്ള കാര്യവും ഏകദേശം ഒരു ധാരണയായിട്ടുണ്ട്. കാരണം എന്തായാലും GST തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ള ഉറപ്പാണ്. അതിന് ശേഷം എന്തൊക്കെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇനിയിപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഓരോ ദിവസം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയല്ലേ. കാരണം ഇന്നിപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്നത് ഇന്നലെ പറഞ്ഞത് ഇതിന് സർക്കാരായിട്ട് ഒരു ബന്ധവും ഇല്ല, എല്ലാം റിപ്പോർട്ടർ കമ്പനിയും പിന്നെ അർജന്റീനയുടെ അവരുമായിട്ടാണ് പ്രശ്നങ്ങൾ, FIM ആയിട്ടാണ് ഉള്ളത്. പിന്നെ അവരുടെ ഒരു ഏജൻസി ഉണ്ട്, അവരുമായിട്ടാണ്. പക്ഷെ അങ്ങനെയൊന്നല്ല. ഇന്നിപ്പോൾ പുതിയതായിട്ട് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഇവർ ആദ്യം അങ്ങോട്ട് 126 കോടി രൂപ കൊടുക്കുന്നു, പിന്നെ കരാർ ഉണ്ടാക്കിയിട്ട് കരാർ പാലിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അവർ അർജന്റീനിയൻ ടീം പിഴത്തുക ഈടാക്കാൻ തീരുമാനിക്കുന്നു. എന്നിട്ട് ഇവരോട് പറയുന്നു പിഴ അടയ്ക്കേണ്ടി വരും എന്ന്. അപ്പൊ പിഴ ഏർപ്പെടുത്തരുത്, പിഴ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് സർക്കാരിന്റെ, അതായത് ഗവൺമെന്റ് കായിക വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്റെ മെയില് പോയിരിക്കുകയാണ് അർജന്റീനയ്ക്ക്. അത് ആണ് അതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം സർക്കാർ ഇടപെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത് മാത്രമല്ല, ഇവിടെ ഇതിന്റെ പേരിൽ സ്പെയിനിൽ പോകുന്നു, അവിടെ പോകുന്നു, പല സ്ഥലത്ത് വിദേശയാത്ര, അതൊക്കെ ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ട്. ഗവൺമെന്റ് പണം എടുത്തുകൊണ്ടാണല്ലോ പോകുന്നത്, അതായത് ജനങ്ങളുടെ നികുതി പണം എടുത്തുകൊണ്ടാണ് പോകുന്നത്. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. അതിന്റെ കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 126 കോടി എവിടെ നിന്ന് വന്നു എന്നുള്ളതിനെ കുറിച്ച് ഇതുവരെ ഒരു അന്വേഷണം വന്നിട്ടില്ല. അത് എൻ്റെ പൈസയാണ്, എനിക്ക് നഷ്ടം, അത് പൊക്കോട്ടെ എന്ന് പറയുമ്പോൾ അതാണ് ഒരു പ്രധാനമായിട്ടുള്ള ഒരു ചർച്ച വന്നിട്ടുണ്ടായിരുന്നത്. അത് അവിടെ നിൽക്കുന്നു. പിന്നെ ഇത് കൂടാതെ ഇപ്പോൾ ഏറ്റവും വലിയൊരു പുലിവാല് വരാൻ പോകുന്നത്, VD സതീശൻ ഇതിനകത്ത് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇത് എന്തായാലും അന്വേഷിക്കും. ഇത് അന്വേഷിച്ചിട്ട് ഇതിപ്പോൾ എത്രത്തോളം ഇതിന്റെ ഗൗരവമുണ്ട് എന്നുള്ളതിനനുസരിച്ച് നാഷണൽ ഏജൻസിയെ ഏൽപ്പിക്കണോ, അതോ അതിന് ED വരാൻ സാധ്യതയുണ്ട്, CBI വരാൻ സാധ്യതയുണ്ട്, എന്തൊക്കെ സംഭവം നടന്നു എന്നുള്ളതൊക്കെ കാര്യങ്ങളൊക്കെ ഇനി വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു സൂചന മാത്രം VD സതീശൻ പത്രസമ്മേളനത്തിൽ നൽകിയിട്ടുണ്ട്. എന്തായാലും തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു ധാരണ കിട്ടിയിട്ടുണ്ട്. ഇത് കൂടാതെ ഇവര് ഇപ്പം ഒരു ദിവസം ഈ കാര്യങ്ങളൊക്കെ മറ്റു ചാനലുകൾ എല്ലാവരും ഈ ഓരോ വിവരങ്ങൾ ഇങ്ങനെ ഓരോ ദിവസം ബ്രേക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഏഷ്യാനെറ്റ് ആണെങ്കിലും, മാതൃഭൂമി ആണെങ്കിലും, 24 ആണെങ്കിലും, മീഡിയ 1 ആണെങ്കിലും എല്ലാ ചാനലും
റിപ്പോർട്ടറിന്റെ ഈ തട്ടിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇതിനൊക്കെ പ്രതികരിക്കാൻ അല്ലെങ്കിൽ ഇതിന് പറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് ഇവർ വൈകിട്ട് ഒരു അന്തിച്ചർച്ച നടത്തുള്ളൂ ഈ ചാനലിലുള്ള എല്ലാവരും കൂടിയിട്ട്. ഇനിയിപ്പോ അതിങ്ങനെ നടക്കുന്നുള്ളതാണ് കാര്യം വന്നത്. കാരണം ഇപ്പോഴത്തെ വിവരങ്ങൾ വെച്ച് പോയാൽ അധികം കഴിയാതെ ഇവർ മുങ്ങാനുള്ള അവസ്ഥയാണ് കാണുന്നത്. കാരണം കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് മുങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ അന്വേഷണം തുടങ്ങിയാൽ ചിലപ്പം മുങ്ങേണ്ടി വരും എന്നുള്ളത് തന്നെ കാണുക. അപ്പൊ അന്തിച്ചർച്ച എന്തായാലും നിർത്തും. പിന്നെ ചാനലിന് പൂട്ട് വീഴോ ഇല്ലോ എന്നൊക്കെ ഉള്ളത് പിന്നെ നമുക്ക് പതിയെ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇതില് പ്രധാനമായിട്ടും ഇതിൽ പല കാര്യങ്ങളും അന്വേഷിക്കാൻ വരും. കാരണം ഈ ഒരു കേരളത്തിലെ ഫുട്ബോൾ ആരാധകരെ ഒന്നടങ്കം പറ്റിച്ചു എന്നതുള്ളത് ഒരു ഭാഗത്ത്. ഇതുകൂടാതെ ജനങ്ങളെ ഇതിന്റെ ഇടയ്ക്ക് രാഷ്ട്രീയവും CPM ഇവരെ എന്തിനു സംരക്ഷിക്കുന്നു, ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്നവരെ എന്തിനു സംരക്ഷിക്കുന്നു എന്നൊരു ചോദ്യം. സർക്കാരിന് അന്നത്തെ സർക്കാരിന് പിണറായി വിജയൻ സർക്കാരിന് വ്യക്തമായ പങ്ക് ഇതിലുണ്ട്. മുൻ സർക്കാരും മുൻ മന്ത്രിമാരും ഒക്കെ പറയുന്ന കണക്ക് ഞങ്ങൾക്ക് ഇത് അറിയില്ലായിരുന്നു, വരുമെന്നാണ് ഞങ്ങൾ കരുതിയത്, ഞങ്ങളെയും പറ്റിച്ചതാണ് എന്നൊന്നും വിശ്വസിക്കാനാകില്ല. അങ്ങനെയാണെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റേഡിയം നവീകരണം ഒരു വ്യക്തിക്ക് കമ്പനിക്കൊക്കെ നൽകുമ്പോൾ അതിന് ഒരുപാട് മാനദണ്ഡങ്ങളില്ലേ? ഇപ്പൊ കമ്പനി പറയുന്ന അത്രയും കോടി രൂപയുടെ പണികളൊന്നും തന്നെ സ്റ്റേഡിയത്തിൽ നടന്നിട്ടില്ല. സർക്കാരിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. നവീകരണം നടന്ന സ്റ്റേഡിയം ചോർന്നൊഴിക്കുന്ന വെള്ളം ഒഴിക്കുന്ന വിഷ്വൽസ് ഒക്കെ നമ്മൾ കണ്ടതാണ് കാര്യം. അപ്പൊ എന്തൊക്കെ അത് തന്നെ പകുതി വഴിയിൽ ഇട്ടിട്ട് പോവുകയും ചെയ്തു, എന്തൊക്കെയോ കാട്ടിക്കൂട്ടിട്ട് പോയി. അതിന് ഇത് സ്റ്റേഡിയം ഇവരുടെ പേരിൽ എഴുതി കൊടുക്കാമെന്നൊക്കെയുള്ള പല വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇവര് പറയുന്നത് പോലെ എന്റെ 126 കോടി രൂപയാണ്, എനിക്കത് നഷ്ടപ്പെടുന്നതിൽ കാര്യമില്ല എന്ന്, അല്ലെങ്കിൽ എനിക്ക് നഷ്ടപ്പെടുന്നതിൽ പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ ഇതിനു മുൻപുള്ള മുട്ടിൽ മരമുറി കേസ്, ആ കേസ് ഇപ്പോഴും നിലനിൽക്കുന്ന കേസാണ്. അതിൽ നിന്നുണ്ടായ പണമാണ്. അല്ലെങ്കിൽ ഈ 126 കോടി രൂപ നഷ്ടപ്പെടുമ്പോൾ ഇതിന്റെ സോഴ്സ് ഏതാണെന്ന് കാണിക്കണം, അതൊരു വശത്ത്. എന്നാൽ ഇത്രയും രൂപ 126 കോടി രൂപ പോണെങ്കിൽ പോട്ടെ എന്ന് വെക്കുന്ന ആൾ എന്തുകൊണ്ട് GST അടച്ചില്ല എന്നൊരു ചോദ്യമില്ല. അപ്പൊ ഈ പണം വെളുപ്പിച്ചതാണ് എന്ന് മനസ്സിലാക്കാൻ കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് മനസ്സിലാക്കും ഈ പണം വെളുപ്പിച്ചതാണ് എന്നുള്ളത്. അത് അതിന് വേണ്ടിയിട്ടാണല്ലോ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് കുറെ രേഖകളൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് വൈകുന്നേരം കാണിച്ചു കൊടുക്കുന്നു. പക്ഷെ അത് നേരെ കാണിച്ചു കൊടുക്കാൻ ഒരാൾ പറയുമ്പോൾ അല്ല അരുൺകുമാർ പറയുമ്പോൾ അത് പറ്റില്ല സാറേ എന്ന് പറയുന്നു, കാരണം ഇത് കോൺഫിഡൻഷ്യൽ ആണ് എന്ന് പറയുന്നു. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് നടക്കുന്നത്. പക്ഷെ ഒന്നും പറയാനില്ല എന്ന് അതിലും വലിയ തെളിവുകൾ വീണ്ടും ഓരോ ദിവസവും പുറത്തു വരികയാണ്. അപ്പൊ എന്ത് പറഞ്ഞ് ഇവരെ ഇനി പിടിച്ചു നിൽക്കുന്ന അറിയില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഒരിക്കലും അല്ലെങ്കിൽ ഇടതുമുന്നണി തന്നെ അധികാരത്തിൽ തുടരുമെന്ന ഒരു വിശ്വാസം ഓവർ കോൺഫിഡൻസ് റിപ്പോർട്ടർ ചാനലിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും തന്നെ വരില്ല, ഈ കേസ് നിലനിൽക്കുക. നമുക്കറിയാം ഇതിനു മുൻപും മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുകയും മെസ്സിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുകയും അന്നൊക്കെ പല ആവർത്തി റിപ്പോർട്ട് ഊരിപ്പോകുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പൊ സർക്കാർ മാറിയപ്പോഴാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത്. അപ്പോൾ സർക്കാർ വേട്ടയാടുന്നു എന്ന് പറയാൻ കഴിയില്ല. ഇദ്ദേഹം പറയുന്നത് പോലെ ഇദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ആന്റോ അഗസ്റ്റിൻ പറയുന്നത് പോലെ ആന്റോ അഗസ്റ്റിന്റെ കയ്യിലുള്ളതൊക്കെ തെളിവുകളെല്ലാം സത്യമാണ് എങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല എങ്കിൽ ആരെയും പേടിക്കേണ്ട. അതിപ്പോ VD സതീശനെയും പേടിക്കേണ്ട, UDF സർക്കാരിനെയും പേടിക്കേണ്ട, ആഭ്യന്തര വകുപ്പിനെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നതുകൊണ്ടാണ് ഈ ഒരു പേടിയും ഭയവും CPMകാർ സംരക്ഷിക്കുന്നത്. CPMന് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും കായിക വകുപ്പ് മന്ത്രിക്കൊക്കെ ഇതിൽ വ്യക്തമായ പങ്കുള്ളത് കൊണ്ടാണ് ഇവർക്ക് സംരക്ഷിക്കേണ്ടി വരുന്നത്. ഇതിൽ രണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ, ഒന്നുകിൽ ഇന്നലെ പിണറായി വിജയന്റെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. അപ്പൊ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ടറിന്റെ മെസ്സി വരുന്നതായിട്ട് ബന്ധപ്പെട്ട കേസ് ചോദിച്ചപ്പോൾ എനിക്കിതൊന്നും അറിയില്ല, മുൻ കായിക മന്ത്രിയോട് ചോദിച്ചാൽ മതി, അതൊക്കെ നല്ല എന്തായാലും ഒരു കാര്യം എനിക്കറിയുള്ളൂ, ഇതിൽ ഒരു ക്രമക്കേടൊന്നും നടന്നിട്ടുണ്ടാവില്ല എന്നുള്ളൊരു സംസാരമാണ് പറഞ്ഞത്. എനിക്ക് വേറെ ഒന്നും അറിയില്ല. അപ്പൊ അങ്ങനെയാണ് CPMന്റെ ഒരു നിലപാട്. കാരണം ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോവുകയാണ്. ഇപ്പോൾ തിരുത്തി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താണ് പുറത്തേക്ക് വരാൻ അറിയാൻ പറ്റില്ല. ഇപ്പൊ ജാൻഡോ ആണ് എന്തും വിളിച്ചു പറയുകയും ചെയ്യും, ബാക്കി കാര്യങ്ങളൊക്കെ അതൊക്കെ അവിടെ കിട്ടെ. ഇത് കൂടാതെ വേറൊരു രാഷ്ട്രീയ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP കൂടി ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് കാണുന്നത്. കാരണം രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെ റിപ്പോർട്ടറിനെതിരെ പോസ്റ്റ് ഇട്ട് തുടങ്ങിയിരിക്കുന്നു. അതിന്റെ 2 ദിവസം മുമ്പ് ആൻഡോ പറഞ്ഞൊരു വേർഡ് ഉണ്ട്, അതായത് എത്രയും വർഷമായിട്ട് പോലും മോദി സർക്കാർ ഞങ്ങൾക്കെതിരെ ഒരു വർഷമായിട്ട് പോലും ഈ സംഭവത്തിൽ മോദി സർക്കാർ ഒരു നടപടി ഞങ്ങൾക്കെതിരെ എടുത്തിട്ടില്ല എന്ന്. 90 ദിവസമായ VD സതീശനാണ് ഞങ്ങൾക്കെതിരെ നടപടി എടുക്കാൻ ഇപ്പൊ വന്നിരിക്കുന്നത്. അതാണ് വേട്ടയാടൽ എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെയാന്ന് വെച്ചാൽ അതുവരെ മോദി സർക്കാർ, കേന്ദ്ര സർക്കാർ അതായത് ഒരു പിന്തുണ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും തൊടാതെ മാറി നിൽക്കുന്ന ഒരു രീതിയായിരുന്നു ഈ കേസിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രം അന്വേഷിക്കേണ്ടതാണ്. കാരണം പുറത്തേക്കുള്ള വിദേശത്തേക്ക് ഫണ്ട് അയച്ചതിനൊക്കെ കേന്ദ്രം ശരിക്കും അന്വേഷിക്കേണ്ടതാണ്, എന്തുകൊണ്ട് ചെയ്തില്ല എന്നൊക്കെയുള്ള അവിടെ കിട്ടെ. അപ്പൊ BJPയുടെ ഒരു പിന്തുണ അല്ലെങ്കിൽ ആന്റോ അഗസ്റ്റിൻ BJPയെ പ്രോത്സാഹിപ്പിച്ച് നിർത്തിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ എന്ന് നമുക്കറിയില്ല. അപ്പൊ അതിന് പിന്നാലെയാണ് ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരൻ പോകുന്നത്. അപ്പൊ റിപ്പോർട്ടർ ചാനലിനെതിരെ വ്യക്തമായിട്ടുള്ള നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും കേന്ദ്ര സർക്കാരും കൂടി കൈവിട്ട് കഴിഞ്ഞാൽ റിപ്പോർട്ടറിന്റെ കാര്യം അധോഗതിയാവുന്നതാണ് തോന്നുന്നത്. അതിൽ സംശയമൊന്നുമില്ല. ഈ വിഷയത്തിൽ ആന്റോ അഗസ്റ്റിന്റെ പേര് മാത്രമല്ല, അല്ലെങ്കിൽ ആന്റോ അഗസ്റ്റിൻ എന്ന വ്യക്തി മെസ്സിയെ കൊണ്ടുവരുമെന്നല്ല, റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയാണ്. ആ ഒരു കമ്പനിയുടെ പേരിലാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ആ കമ്പനിയാണ് നേതൃത്വം കൊടുക്കുന്നത്. അതിന്റെ അകത്താണ് ആന്റോ അഗസ്റ്റിന്റെ പേര് വരുന്നത്. എന്തായാലും
നികേഷ് കുമാറും സുജയ പാർവതിയും രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം നികേഷ് കുമാർ ഇതിൽ ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന 2 ചാനലുകളുടെ കാര്യമാണ്. ഒന്ന് കൈരളിയുണ്ട്, ദേശാഭിമാനി, അങ്ങനെയുള്ള മാധ്യമങ്ങളുണ്ട്. ഇത് കൂടാതെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാനേ പോകുന്നില്ല എന്ന് പറഞ്ഞൊരു ടീമുണ്ട്. അതാണ് ബിഗ് ടി വി എന്ന് പറഞ്ഞത്. ഇപ്പൊ സുജയ പാർവതി പോയിരിക്കുന്ന ആ ടീം. അപ്പൊ അവർക്കിത് അത്യാവശ്യം ഇടത് ചായവോട് കൂടി നടക്കുന്ന ഒരു ചാനൽ തന്നെയാണെന്ന് പറയാം. കാരണം VD സതീശനെതിരെ ശക്തമായി ആഞ്ഞടിക്കുകയും പിണറായിയെ മയത്തിൽ വാർത്ത കൊടുക്കുകയും ചെയ്യുന്ന ടീമാണ്. അവർ പല വാർത്തകളും കൊടുക്കില്ല. വാർത്ത എന്താണെന്നുള്ളത് സത്യമാണോ അല്ലയോ എന്നുള്ളത്, ഏത് വാർത്ത കൊടുക്കണമല്ല, വാർത്ത എന്തായാലും ജനങ്ങൾ അറിയേണ്ട സംഭവമാണെങ്കിൽ എന്തായാലും വാർത്ത കൊടുത്തിരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളും ജനങ്ങൾ അറിയേണ്ടതല്ലോ. അപ്പൊ എന്തുകൊണ്ട് ഇത് കൊടുക്കാതെ മാറ്റി നിൽക്കുന്നു എന്നുള്ളത് അറിയില്ല. ഇവർക്ക് ഇത് വ്യക്തമാക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ ആളില്ലായിട്ടാണോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അവരത് വാർത്ത തൽക്കാലം ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളൊരു എന്തൊരു വീഡിയോ കണ്ടു കഴിഞ്ഞ ദിവസം. ഇങ്ങനെയൊക്കെ ആയാലും എന്തായാലും അധിക ദിവസം കഴിയാതെ ഈ കാര്യങ്ങൾ ഒരു തീരുമാനമാകുന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം കേസ് നോക്കുന്നുണ്ട്. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, പഠിക്കുന്നതേ ഉള്ളൂ ഈ ഒരു വിഷയം, തുടക്കത്തിലേ ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇവർ പറയുന്നത് പോലെ ഇവരുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എങ്കിൽ ഇവർ പേടിക്കേണ്ട കാര്യമില്ല. ഇതാ തുടങ്ങിയപ്പോഴേ ഈ ബഹളമാണെങ്കിൽ ഇതിന്റെ അവസാനം എന്തിൽ ചെന്ന് അവസാനിക്കുമെന്ന് അറിയില്ല. പിന്നെ ഇത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ പേരിലായതുകൊണ്ട് ചിലപ്പോൾ ചാനൽ പൂട്ടേണ്ട ഒരു സാഹചര്യത്തിൽ എത്തിയാലും നമുക്കൊന്നും പറയാൻ കഴിയില്ല. കാര്യം ആന്റോ അഗസ്റ്റിന്റെ പേരിൽ ഇതിനു മുൻപും പല കേസുകളുണ്ട്. മുട്ടിൽ മരമുറി കേസ് മാത്രമല്ല, ഇത് ഒന്നിലധികം കേസുകളുള്ള ആളാണ്. അപ്പൊ ഇതിന്റെ അകത്ത് മറ്റെല്ലാ കേസിലും ആന്റോ അഗസ്റ്റിന്റെ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോഴത്തെ കേസിൽ അങ്ങനെയല്ല, റിപ്പോർട്ടറിന്റെ പേര് കൂടിയുണ്ട്. അതാണ് ഇതിന്റെ അകത്തുള്ള ഒരു പ്രശ്നം. ഇപ്പൊ റിപ്പോർട്ടറിന്റെ പേരിൽ ആന്റോ അഗസ്റ്റിന്റെ പേര് മാത്രമേ ഉള്ളെങ്കിൽ റിപ്പോർട്ടർ ചാനലിനെ ബാധിക്കില്ല, അദ്ദേഹത്തിന് അല്ലെങ്കിൽ അതിന്റെ ഉടമ അങ്ങനെ ചെയ്യുന്നു എന്ന ഒരു രീതിയിൽ മുന്നോട്ട് പോകും. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. അപ്പൊ റിപ്പോർട്ടർ ചിലപ്പോൾ പൂട്ടിയാലും, അല്ലെങ്കിൽ പൂട്ടുമെന്ന് ഉറപ്പായി പറയാൻ കഴിയില്ല, എന്നാൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ടർ പൂട്ടിയാലും അതിശയിക്കാനൊന്നുമില്ല. പിന്നെ ഞങ്ങളെ വേട്ടയാടുകയാണ് എന്നൊക്കെ വെറുതെ പറയാം. ഏറ്റവും കൂടുതൽ ഒരു മാധ്യമ സ്ഥാപനം വേട്ടയാടിയിട്ടുണ്ടെങ്കിൽ, വ്യക്തികളെ വേട്ടയാടിയിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ടർ ചാനൽ തന്നെ ആയിരിക്കും.